അതിനെ എടുത്ത് പൊക്കി കാണിച്ച് അങ്ങനെ കാണിച്ച് ഇങ്ങനെ കാണിച്ച് അവിടെ കാണിച്ച് ഇവിടെ കാണിച്ച് വയറ് കാണിച്ച് അത് കാണിച്ച് ഇത് കാണിച്ച് മറ്റു കാണിച്ച് മറിച്ച് കാണിച്ച് തിരിച്ച് കാണിച്ച് മറിച്ച് കാണിച്ച് ഗുണിച്ച് കാണിച്ച്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പേഴ്സണലായിട്ട് വെക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും പേഴ്സണലായിട്ട് തന്നെ വയ്ക്കുക. പിന്നെ വന്നിരുന്ന് കരഞ്ഞിട്ടോ മെഴുകിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ടി ഫാമിലിയുടെ കേസ് തന്നെയാണ് പറയാനാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഈ ഫാമിലി വ്ളോഗേഴ്സിന് വളരെ ഒരു ആഘോഷ രാവാണ് പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു ടൈം. കുഞ്ഞ് ഉണ്ടാവുന്നത് തൊട്ട് ജനിക്കുന്നതും അതിന്റെ കുറെ ചടങ്ങുകളും കാര്യങ്ങളുമായിട്ട് ഒരു ഫാമിലി വ്ളോഗറിന് ഏറ്റവും കൂടുതൽ ചാകര സമയം കൂടിയാണ് ഈ ഒരു ടൈം. ഈ സമയത്തിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പം പറയും, എടാ കളഞ്ഞിട്ട് പോടാ, നിനക്ക് നാണമില്ലടാ, ഒരു കൊച്ചു മരിച്ച സമയത്താണോ നീ ഇങ്ങനെ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാൻ തോന്നുന്നവർ ഉറപ്പായിട്ട് കമന്റ് ബോക്സിൽ ചോദിക്കുക. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിയെന്ന് തോന്നുന്നവർ ഉറപ്പായിട്ട് അതും കമന്റ് ബോക്സിൽ പറയുക. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന തികച്ചും പേഴ്സണലായിട്ട് വയ്ക്കേണ്ട കാര്യങ്ങൾ പബ്ലിക്കിൽ വന്ന് കാണിക്കാതിരിക്കുക. എനിക്ക് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് ഈ പ്രഗ്നൻസി സമയത്ത് മറ്റേ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്തിട്ട് അതെടുത്ത് കാണിക്കുക, പിന്നെ അതിനെ റിവീൽ ചെയ്യുക, അങ്ങനത്തെ ഒരുപാട് പരിപാടിയുണ്ട്. ഇതൊക്കെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ തികച്ചും പേഴ്സണലായിട്ടാണ് വയ്ക്കേണ്ടത്. ഒരിക്കലും നാട്ടുകാരെ കാണിച്ചുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുന്ന സമയത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. കുട്ടികൾ ഉള്ളവരുണ്ട്, കുട്ടികൾ ഇല്ലാത്തവരുണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിൽ ആളുകളുണ്ട്. നിങ്ങളുടെ ഹേറ്റേഴ്സ് ഉണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്, പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഇതിൽ കുറെ പേര് ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ പ്രാഗും. അതൊക്കെ ഉണ്ടടേ, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വീഡിയോ ഇടുക. എന്തിനാണ് വെറുതെ ഈ പ്രഗ്നൻസിയും കാര്യങ്ങളൊക്കെ നാട്ടുകാരെ അറിയിച്ചുകൊണ്ട് വീഡിയോ ആക്കി ഇടുന്ന? അതിൽ എന്ത് സന്തോഷമാണ് കിട്ടുന്നതെന്ന് എനിക്ക് അറിയത്തില്ലടേ. ഈ പ്രഗ്നൻസി ടെസ്റ്റ് ഉൾപ്പെടെ കാണിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നത്. എന്തായാലും ടി ഫാമിലിയിലെ റീസെന്റ് ഇഷ്യൂ നമുക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ കുട്ടി മരിച്ചുപോയി, ജനിച്ചപ്പോൾ തന്നെ മരിച്ചുപോയി. വളരെ സങ്കടം നിറഞ്ഞൊരു നിമിഷം തന്നെയാണ്. ഈ നിമിഷത്തിൽ എനിക്കിതിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ഇത് എല്ലാ ഫാമിലി വ്ളോഗേഴ്സും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഷെമീൻ ഷെഫിയും കൂടി ഈ പ്രഗ്നൻസി ആയ സമയം മുതൽ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭയങ്കര സെറ്റപ്പായിട്ട് അവര് അവരുടെ പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് അവർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് റീസെന്റ് കൊച്ചു മരിച്ചതിന് ശേഷം ഇവൻ തലേ ദിവസം ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ കൊച്ചു മരിച്ചതിന് ശേഷം വന്ന് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വരെ പ്രോസസ് ഉണ്ടായിരുന്നു. അതിനൊക്കെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്, ഞാൻ ഇപ്പോഴും വിമർശിക്കുന്നു. പക്ഷെ ഇന്ന് ഇവന്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് സത്യമായ സങ്കടം വന്നു. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇങ്ങനെ വന്നിരുന്ന് കരയുന്ന സമയത്ത് ഓഫ് കോഴ്സ് സങ്കടം വരും. പിന്നെ ഒരു കുട്ടി മരിക്കുമ്പോൾ ഒരിക്കലും എന്നെ കൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ വന്നിരുന്ന് ചെയ്തിടാൻ സാധിക്കത്തില്ല, എനിക്ക് പറ്റത്തില്ല. ഞാൻ ഒരിക്കലും അത് വീഡിയോ ചെയ്ത് അതിനെ എഡിറ്റ് ചെയ്ത് അതിനെ എടുത്ത് അപ്ലോഡ് ചെയ്ത് എന്നെ കൊണ്ട് സാധിക്കത്തില്ല. ഉള്ള കാര്യം പറയാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ ഒരു സിറ്റുവേഷൻ. ക്യാമറയുടെ മുന്നിൽ നോക്കിയിരുന്ന് കരയാനോ അല്ലെങ്കിൽ ക്യാമറയുടെ മുന്നിൽ നോക്കിയിരുന്ന സംഭവങ്ങൾ പറയാനോ ഉള്ള ഒരു മാനസികാവസ്ഥ എനിക്ക് പറ്റത്തില്ല. ചിലപ്പോൾ 1-2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വീണ്ടും സംസാരിക്കാനുള്ളൊരു മൈൻഡ് സെറ്റ് വരും. പക്ഷെ മരിച്ച ഉടനെ വന്നിരുന്ന് സംസാരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നെവർ, എന്നെ കൊണ്ട് സാധിക്കത്തില്ല. അത് എത്ര പേർക്ക് അത് സാധിക്കും എന്നും എനിക്ക് അറിയത്തില്ല. നിങ്ങളെ കൊണ്ട് സാധിക്കുമെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. ടി ഫാമിലിയിൽ ലാസ്റ്റ് ആയിട്ട് അവൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ, ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞ് തീർക്കും എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ആയി പ്രസവിച്ചെന്ന് പറഞ്ഞ് ഞാനവിടെ കഴിച്ചു നോക്കുമ്പോൾ സാധാരണ ഒരു കുട്ടി, ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഒരു കുട്ടിയാവുമെന്ന് വിചാരിച്ചില്ല. സാധാരണ നമുക്ക് അങ്ങനെ ഫീലിങ്സോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കില്ല. അങ്ങനെ ബേജാറൊക്കെ ഉണ്ടെങ്കിലും ഞാൻ കയറി കഴിഞ്ഞപ്പോൾ സാധാരണ ഒരു കുട്ടി ഇങ്ങനെ കിടക്കണം. അപ്പം ഞാൻ വാങ്ങി. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഉമ്മ വിളിക്കുന്നുണ്ട്, എന്തായി എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഉമ്മനോടൊന്നും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എൻ്റെ ഉമ്മ വിളിച്ച് എന്തായി, ഇത് കഴിഞ്ഞ് കുട്ടീനെ കണ്ട് ഞാൻ പുറത്തൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഉമ്മ വിളിക്കുന്നത്. അപ്പോൾ എന്തായെന്ന് ചോദിച്ചിട്ട് ഞാൻ ഞാൻ ഓക്കെ ആയി ഫോൺ എടുത്തു. പക്ഷേ ഇനി ഒരു വാക്യം എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പോയി കട്ട് ചെയ്ത്. അപ്പോൾ പിന്നെ ഉമ്മ വിളിച്ചു. ഉമ്മ ഇവിടെ അല്ല, പുറത്താണ്. അപ്പം ഞാൻ പിന്നെ എടുത്ത് ഓക്കെ ഇനി ഞാൻ പറയുന്നല്ലോ ഇത് മൈൻഡിലാണ് ഫോൺ പിന്നെ എടുത്ത്. പിന്നെ പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ ഒന്ന് നടന്ന് ഞാൻ ഒന്ന് റിലാക്സ് ആയതിനു ശേഷം അമ്മക്ക് മെസ്സേജ്, അമ്മ പ്രസവിച്ചേക്കണ ഞാൻ കണ്ട്, പെൺകുട്ടിയാണ്. അപ്പം അത് കഴിഞ്ഞ് പിന്നെ
പിന്നെ കുറച്ച് ടൈം പിന്നെ എല്ലാവരും കുടുംബക്കാർ ബാക്കിയുള്ള ആൾക്കാരെ കുറേ ആൾക്കാർ വന്ന് കേൾക്കതിന് പിന്നെ ഇനിയിപ്പോൾ ഖബറെടുക്കാനല്ലോ അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുമോ എങ്ങനെ ഖബറെടുക്കാം കാരണം നമുക്ക് ഇതിനെക്കുറിച്ച് ഇവന്റെ ഈ വീഡിയോയിലുടനീളം ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. കൊച്ചിന്റെ ആ ഒരു വിഷയം കാര്യങ്ങളൊക്കെ എന്താണ് സംഭവിച്ചതെന്ന് അവൻ പറയുന്നുണ്ട്. സീരിയസ്ലി കാണുമ്പോൾ നമുക്ക് ആർക്കാലും വിഷമം വരും. പക്ഷെ ഇവന്റെ ഈ കേസിൽ ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. ഒന്നാമത് അവർക്ക് ഏജിന്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു, അതൊരു നമ്പർ 1 പ്രോബ്ലം തന്നെയാണ്. രണ്ടാമത് ഈ കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ ഇങ്ങനെ കാണിക്കുന്നത് അതെനിക്ക് ഒരിക്കലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പ്രത്യേകിച്ച് നിങ്ങളൊക്കെ വിശ്വസിക്കുമെന്തോ എനിക്ക് അറിയത്തില്ല. എനിക്ക് ഈ മറ്റേ ഒരാൾ കണ്ണുവെച്ച് അങ്ങനത്തെ സംഭവം എനിക്ക് അത്യാവശ്യം വിശ്വാസമുള്ള ഒരു കൂട്ടത്തിലാണ് ഞാൻ. അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഞാൻ നിങ്ങളടുത്ത് വിശ്വസിക്കണമെന്നൊന്നും പറയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് അതേ വിശ്വാസം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യുക. എനിക്ക് അതിലൊക്കെ ചെറുതായിട്ട് വിശ്വാസം അത്യാവശ്യമൊക്കെ ഉണ്ട് കേട്ടോ. ഒരാൾ കണ്ണു വയ്ക്കുക അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ നമുക്കുണ്ട്. നമ്മുടെ ആ ഒരു മൈൻഡ് സെറ്റ് ചില സാഹചര്യങ്ങളിൽ നമുക്ക് തോന്നുന്നതാണ്. ചില സാഹചര്യങ്ങളിൽ ഞാനത് അനുഭവിച്ചിട്ടുമുണ്ട്. എനിക്ക് അതുകൊണ്ട് വിശ്വാസമുള്ള ഒരു കേസാണ്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എന്റെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്ക് ആർക്കും ദോഷമില്ലാത്തതുകൊണ്ട് ഓക്കെ, അത് എന്റെ മാത്രം പേഴ്സണൽ വിശ്വാസമാണ്. നിങ്ങൾ വിശ്വസിക്കണമെന്ന് ഞാനത് പറയത്തുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പായിട്ട് പറയാം, എല്ലാ ഫാമിലി വ്ളോഗേഴ്സിന്റെ അടുത്ത് എനിക്ക് എടുത്ത് പറയാനുള്ളതാണ്, ദയവ് ചെയ്തിട്ട് പേഴ്സണലായിട്ട് വയ്ക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും പേഴ്സണലായിട്ട് വയ്ക്കുക. അല്ലാണ്ട് ഇങ്ങനെ നാട്ടുകാരെ കാണിച്ചും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇതല്ല ഇതിന്റെ അപ്പുറം സംഭവിക്കും. ഇങ്ങനെ ഒന്നും ആർക്കും സംഭവിക്കാതെ ഇരിക്കട്ടെ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു വിഷമമുള്ള ഒരു സിറ്റുവേഷനാണ്. പിന്നെ ഈ സിറ്റുവേഷനിൽ വീഡിയോ എടുത്ത മൈൻഡ് സെറ്റ് എനിക്ക് പിടികിട്ടുന്നില്ല. കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം കേട്ടാ. എന്തൊക്കെയായിരുന്നു മാങ്ങ പറിക്കൽ അമ്പം വില്ലും ഇപ്പോ എന്തായി പടച്ചോനെ മറക്കണ്ട. ഒരു വിഭാഗം ആൾക്കാരും പടച്ചോനെ മറക്കണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റാണ് ഞാൻ കാണുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച ആ ഒരു കോൺസെപ്റ്റ് തീർത്തും മനസ്സിലാവുന്നില്ല. എന്താണ് പടച്ചോനെ മറക്കണ്ട എന്ന് പറഞ്ഞത്? ഞാൻ ഒരിക്കലും ഈ കമന്റ് ചെയ്ത ആൾക്കാരെ കുറ്റം പറയത്തില്ല. കാരണം ഇവർ കാണിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ അഡ്രസ് ചെയ്ത് നേരത്തെ ചിന്തിച്ച് വെച്ചും കൊണ്ടാണ് ആൾക്കാർ ഈ സിറ്റുവേഷനിൽ ഈ കമന്റ് ചെയ്യുന്നത്. ഒരുപാട് പേര് ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, കരയണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ കുറച്ച് ആൾക്കാർ ഇവർക്ക് എതിരായിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ നെഗറ്റീവ് എന്ന് പറയത്തില്ല. പറയാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കാണിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളെ ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ സംസാരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഒരിക്കലും ഇവരെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും പറയത്തില്ല. ചീത്ത വിളിയും അപരാധം പറച്ചിലാണെങ്കിൽ ഓക്കെ, ഇത് അവരുടെ അഭിപ്രായമാണ് അവർ പറയുന്നത്. എന്തായാലും നമുക്ക് ബാക്കി കമന്റ് കൂടി നോക്കാം. പ്രിയ യൂട്യൂബ് വ്ളോഗേഴ്സ്, പ്രത്യേകിച്ച് ഫാമിലി വ്ളോഗേഴ്സിനോട് പറയാനുള്ളത്, കണ്ടന്റ് വേണ്ടി നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ലോകം മുഴുവൻ അറിയിക്കാതെ ഇരിക്കുക. ഒത്തിരി സന്തോഷം വരുമ്പോൾ അതിന്റെ പുറകിൽ ഒരു ദുഃഖവുമുണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുക. പ്രഗ്നൻസി റിവീൽ, സ്കാനിംഗ് റിവീൽ, വയറ് കാണിക്കൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. എല്ലാവരും ഒരേ മൈൻഡിൽ കാണണം എന്നില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടന്റ് ആക്കാതെ ഇരിക്കുക. സത്യം കുഞ്ചു, ഈ ഒരു അഭിപ്രായത്തോട് 100% ഞാൻ യോജിക്കുന്നുണ്ട്. എന്റെ പല വീഡിയോസിലും ഞാൻ വിളിച്ച് പറയുന്നത് ഇത് തന്നെയാണ്. എന്തിനാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാട്ടുകാരെ കാണിക്കുന്നത്? ഇതൊക്കെ നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യങ്ങളാണ്. വന്ന് ഫസ്റ്റ് നൈറ്റ് വരെ കാണിക്കുന്ന സെറ്റപ്പിലോട്ടൊക്കെ പോയിട്ടുണ്ട്. ചില ബിഗ് ബോസിൽ നിന്നൊക്കെ വന്നിട്ടുള്ള വ്ളോഗേഴ്സ് ഫസ്റ്റ് നൈറ്റ് എൻഡിന് തുടക്കത്തിന് മുന്നേ ഒക്കെ കൊണ്ട് വ്ളോഗ് ചെയ്യുന്ന പരിപാടി വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ പ്രവൃത്തി നമ്മൾ പേഴ്സണലായിട്ട് വെക്കേണ്ടതാണ്. എന്തിനാണ് നാട്ടുകാരെ കാണിക്കുന്നത്? നാട്ടുകാരെ വായിലിരിക്കുന്ന കേൾക്കാനായിട്ടാണ്. അറിയാൻ പാടില്ലടേ. കുറച്ച് കണ്ടന്റ് പോയി, മറ്റേത് കുറച്ചു കാലം കണ്ടന്റ് നോക്കിയിരുന്നില്ലേ എന്നിങ്ങനെ. അപ്പോൾ പടച്ചോന്റെ തീരുമാനം ഇങ്ങനെയാവും. കണ്ടന്റ് മീൻസ് പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ട് എല്ലാ ഫാമിലി വ്ളോഗേഴ്സിനും ചാകരയായിട്ടുള്ള ഒരു സമയമാണ്. അവരതാണ് ഫോക്കസ് ചെയ്തിട്ട് അങ്ങ് വീഡിയോസ് ഇടും. ഇത് കാണാൻ ഒരുപാട് ആൾക്കാരുണ്ടെന്നാണ് മറ്റൊരു സത്യം. ഒരുപാട് പേര് ഇരുന്ന് കാണും. ഇപ്പൊ ഈ പ്രഗ്നൻസി റിലേറ്റ് ചെയ്തിട്ടുള്ള വ്ളോഗുകളും കാര്യങ്ങളും. എന്താണ് അതിൽ ഇത്രമാത്രം ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഒരുപാട് ആൾക്കാർ ഇരുന്ന് കാണുന്നത് കാണാം. പിന്നെ നമ്മൾ റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്തരം വീഡിയോസ് കാണുന്നത്, എന്റെ അഭിപ്രായം പറയുന്നത്. ഇതും ഞാൻ വിമർശിച്ചുകൊണ്ടാണ് പറയുന്നത്. അല്ലാണ്ട് ഇവരെ ആരും സപ്പോർട്ട് ചെയ്തിട്ട് ഞാൻ സംസാരിക്കത്തില്ല. സംസാരിക്കാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാട്ടിക്കൂട്ടുന്ന പരിപാടികൾ, അമ്മാതിരി പരിപാടികൾ. നിർത്തിപ്പോടാ, പടച്ചോനെ മറന്ന് കളിക്കരുത്. അതാണ് ഞാൻ പറഞ്ഞത്. ഒരുപാട് പേര് പടച്ചോനെ മറന്ന് കളിക്കരുത് എന്നാണ് പറയുന്നത്. ഇനിയെങ്കിലും ടെസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഇടാതിരിക്കുക. കരിങ്കണ്ണ് എന്നൊരു സംഭവമുണ്ട്. മനുഷ്യനെ ഖബറിൽ എത്തിക്കും, ഒട്ടകത്തെ ചട്ടിയിൽ എത്തിക്കും. ഇസ്ലാമികമായി കുറച്ച് അച്ചടക്കം പാലിച്ച് ജീവിക്കാൻ ശ്രമിക്കുക. നമുക്ക് ചുറ്റുമുള്ളവർക്ക് അസൂയ കാണും. പടച്ചവൻ ഇനി പരീക്ഷിക്കാതിരിക്കട്ടെ. സോലിഹതായ സന്താനങ്ങളെ തന്ന് അനുഗ്രഹിക്കട്ടെ, ആമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ട്. ചുറ്റുമുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അസൂയ കാണും, ദേഷ്യം കാണും, സ്നേഹം കാണും, എല്ലാം കാണും. എല്ലാവരും ഒരേ മൈൻഡ് സെറ്റിൽ ചിന്തിക്കത്തില്ല. മോനെ, സിറ്റുവേഷൻ ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾ പ്രഗ്നന്റ് ആയതിനു ശേഷം കുറച്ച് കാണിച്ചു കൂട്ടിയിട്ടുണ്ട് പബ്ലിക്കിന്റെ മുൻപിൽ. അതൊക്കെ ഒട്ടും ശരിയല്ല. ഇനിയെങ്കിലും പടച്ചോൻ മുകളിൽ ഉണ്ടെന്നുള്ള വിചാരം വെച്ച് ജീവിക്കുക. അപ്പോൾ എല്ലാം പടച്ചോൻ ശരിയാക്കി തരും ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ്. ഭാര്യയെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രഗ്നന്റ് എന്ന് നാണമില്ലാതെ വിളിച്ചു പറയുന്ന അവളുടെ എല്ലാം പുറത്ത് അന്യ പുരുഷന്മാർ ആസ്വദിക്കുന്നു. യൂട്യൂബ് ഖബറിൽ വന്ന് രക്ഷിക്കില്ല. നിങ്ങൾക്ക് ഇത് അല്ല, ഇതിന്റെ അപ്പുറവും റബ്ബ് തരും. അള്ളാഹുവിനെ മറക്കരുത്. ഇതൊക്കെ തന്നെയാണ് ആൾക്കാർക്ക് പറയാനുള്ളത്.
ഇവർ കാണിച്ചു കൂട്ടിയതിനെ തന്നെയാണ് ആൾക്കാർ ഇന്ന് വിമർശിക്കുന്നത്. ഞാൻ ഉറപ്പിച്ചൊന്നും പറയത്തില്ല ഇത് കണ്ണ് കെട്ടിയതാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണെന്നൊന്നും പറയത്തില്ല. ചിലപ്പോൾ അവർക്ക് ഏജ് ആയതിന്റെ ഹെൽത്ത് ഇഷ്യൂസ് ആവാം, എന്തുമാകാം. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ്, ഒരു ഫാമിലി വ്ലോഗേഴ്സും ദയവ് ചെയ്ത് ഇങ്ങനെ പ്രഗ്നൻസി എപ്പിസോഡ് കണക്കിന് ഇറക്കാതിരിക്കുക. എന്തിനാണ് നാട്ടുകാരെ കാണിക്കുന്നത്? ഇത് കാണാൻ കുറെ പേരുണ്ട്, നല്ല വരുമാനവും കിട്ടും. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് പോകാതിരിക്കുക. ഈ അവസ്ഥയിൽ പറയാൻ പറ്റില്ല എന്ന് അറിയാം, എന്നാലും പറയാം. എന്തൊക്കെ കാട്ടിക്കൂട്ടലുകൾ ആയിരുന്നു നിങ്ങൾ കാണിച്ചു കൊണ്ടിരുന്നത്. ഇതിനൊക്കെ പടച്ചോൻ തന്ന ശിക്ഷയാണെന്ന് ഓർക്കുക. നിനക്ക് ആദ്യം അനുഭവം ആയിരിക്കും ഇത്, പക്ഷേ ഒരുപാട് പ്രസവിച്ച നിന്റെ വൈഫിന് അറിയില്ല ഈ സമയത്തൊക്കെ അടങ്ങിയിരിക്കണം എന്നൊക്കെ. ഇനിയെങ്കിലും നല്ലൊരു കുടുംബിനിയായിട്ട് വൈഫിനോട് വീട്ടിൽ അടങ്ങി ഒതുങ്ങി ജീവിക്കാൻ പറഞ്ഞത് കൊണ്ട് ഒന്നും തോന്നരുത്. ആൾക്കാർക്കെല്ലാം ഇതുപോലത്തെ അഭിപ്രായങ്ങളാണ് പറയാനുള്ളത്. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചോദിച്ചു മേടിച്ചത് തന്നെയാണ്. ഇവർ കാണിച്ചു കൂട്ടിയ പ്രവൃത്തികൾ വെച്ചിട്ട് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇതിൽ ഒരുപാട് പേര് സന്തോഷിക്കും, ഒരുപാട് പേര് സങ്കടപ്പെടും, എല്ലാവരും ഉണ്ടാവും. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും. നമ്മൾ അതെല്ലാം ഫേസ് ചെയ്യണം എന്ന് തന്നെയാണ് പറയുന്നത്. എനിക്ക് ഷെമീരുടെ അടുത്ത് പറയാനുള്ളത്, ഫാമിലി വ്ളോഗേഴ്സ് ആണ് നിങ്ങൾ, വീട്ടിലെ സന്തോഷങ്ങളൊക്കെ കാണിക്കാം, പക്ഷെ അത് കാണിക്കുന്ന രീതിയിലെങ്കിലും കുറച്ച് മാറ്റം കൊണ്ടുവരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ഫാമിലി വ്ളോഗേഴ്സിന്റെ അടുത്ത്. ഇപ്പൊ പ്രഗ്നൻസി ആയെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വീഡിയോയിൽ എന്റെ വൈഫ് പ്രഗ്നന്റ് ആണ് ഓക്കെ എന്ന് പറഞ്ഞു വേണമെങ്കിൽ പറഞ്ഞു പോവാം. പക്ഷെ അതിനെ ടെസ്റ്റ് ചെയ്യുന്നത് എടുത്ത് കാണിച്ച്, അതിനെ എടുത്ത് പൊക്കി കാണിച്ച്, അങ്ങനെ കാണിച്ച്, ഇങ്ങനെ കാണിച്ച്, അവിടെ കാണിച്ച്, ഇവിടെ കാണിച്ച്, വയറ് കാണിച്ച്, അത് കാണിച്ച്, ഇത് കാണിച്ച്, മറ്റു കാണിച്ച്, മറിച്ച് കാണിച്ച്, തിരിച്ച് കാണിച്ച്, മറിച്ച് കാണിച്ച്, ഗുണിച്ച് കാണിച്ച് കാണിക്കുന്നത് എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് എന്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. ഇത് അഭിപ്രായത്തോട് യോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് താഴെ കമന്റ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.